വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമെന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളെ അനുദിനം ജയത്തിൽ നടത്തുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന വേർഡ്സുകളാണ് പ്രസംഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം. ഇപ്പം ഞാനൊരു ആത്മീയ ശുശ്രൂഷനാണ്, ഇന്ന് ഞാൻ അങ്ങനെ ഒരു വേർഡ് പറയുകയാണ്. ഒരു വാഗ്ദത്തം നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഈ അടുത്തിടയിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഒരു ക്യാൻസർ ബാധിതനായ ഒരു ദേവദാസൻ, ശക്തനായ ഒരു ദേവദാസൻ, ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം പണ്ട് പറഞ്ഞെങ്കിലും അതിൻ്റെ തീവ്രതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സർജറിക്ക് വിധേയമാകുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു എന്തോ 4 സ്റ്റേജ് ഒരു വല്ലാത്തൊരു കണ്ടീഷനാണെന്ന് കണ്ടപ്പോൾ ഇനി ഇതിന് യാതൊരു വിധമായ മുൻപോട്ടുള്ള ഒരു വഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ, എങ്കിലും ഒരു സർജറി ഞങ്ങൾ ചെയ്യുക, കാരണം ഇദ്ദേഹം ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹത്തിന് അത്ര വലിയ പ്രായമൊന്നുമില്ല, കുട്ടികളൊക്കെ പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗമധ്യേ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോട് ഞാനിനി ഇങ്ങനെ ആണെങ്കിൽ അധികം നാളില്ല, നീ കുഞ്ഞുങ്ങളെ വളർത്തിക്കോളും, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന്, അദ്ദേഹം എന്നേക്കാൾ വളരെ വളരെ നല്ല ഒരു 5-10 വയസ്സിന് ഇളയതാണ്. അപ്പം ഞാനിങ്ങനെ തിരിച്ച് മടക്കിയ യാത്രയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ പാസ്റ്റർ അത് പറയാൻ കഴിയുന്നത്? കാരണം അതൊരു ചെറിയ കാര്യമല്ലോ. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല, കുഞ്ഞുങ്ങളെ അവൾ വളർത്തണ്ടേ, കാര്യം ഇതിന് മുമ്പിൽ യാതൊരു സ്കോപ്പുമില്ല, പെട്ടെന്ന് ഇങ്ങനെ കണ്ടു, ട്രീറ്റ്മെൻ്റ് ഇല്ല. പക്ഷെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നൊരു വചനം കിട്ടി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പെട്ടെന്ന് ദൈവം അദ്ദേഹത്തിനൊരു വെളിപ്പാട് കൊടുത്തു. വചന പരിജ്ഞാനമുള്ള, വചനം ധ്യാനിക്കുന്നൊരു ദേവദാസൻ. അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു വെളിപ്പാട്, അബ്രഹാമും ഇസഹാക്കുമായി ആ മല കയറുമ്പോൾ, ആമേൻ, അതിനു മുമ്പ് ബാല്യക്കാരോട് പറഞ്ഞു, ഞാനും ബാലനും അവിടുത്തോളം പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. ആ ഞാനും ബാലൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മടങ്ങി വരവുണ്ട്. ഈ വചനമാണ്. ഈ ദൈവദാസന്റെ ഹൃദയത്തിൽ ഈ വചനം കത്തിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, പോകാൻ സമയമായില്ല. പെട്ടെന്ന് അദ്ദേഹം ആ വെളിപ്പാടിനെ കയറിയൊക്കെ പിടിച്ചു, ആ വചന വെളിപ്പാടിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പറഞ്ഞ, ഏത് ഘട്ടത്തിലും മനുഷ്യൻ പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി 1000 പേര് പ്രാർത്ഥിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട എനിക്കറിയാം. 1000 പേര് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷേ അനവധി പേരുടെ പ്രാർത്ഥന കൊണ്ട് പലരും പുറത്ത് വന്നിട്ടുമുണ്ട്. അതുകൂടെ പറയാം. പക്ഷേ ഏറ്റവും വലുത് ദൈവത്തിൽ നിന്നൊരു വെളിച്ചം, ദൈവത്തിൽ നിന്നൊരു വിശ്വാസം, ദൈവത്തിൽ നിന്നൊരു വാക്ക്. പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞ എൻ്റെ അകത്തൊരു പ്രകാശം വന്നു, ഇദ്ദേഹത്തിന് കോൺഫിഡൻസ് വന്നു, ഞാൻ മരിക്കത്തില്ല എന്നൊരു ചിന്ത വന്നു. ദൈവമാണല്ലോ എന്നോട് ഇടപെട്ടതെന്ന് ആ ചിന്ത വന്നപ്പോഴേ ഓപ്പറേഷൻ സക്സസ് ആയി. ആദ്യം പറഞ്ഞ പോലുള്ള ഡോക്ടർ അത് കഴിഞ്ഞ് പറഞ്ഞ സാധ്യതകളുണ്ട്. നമ്മളൊരു കഥ വന്ന് കേട്ടിട്ടില്ലായിരുന്നു, ഒരു കൊച്ചു കുഞ്ഞ് ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായപ്പോൾ, കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അങ്കിള് ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് യേശു അപ്പച്ചനൊന്നും നോവല്ല്. അപ്പം അവരവരുടെ വിശ്വാസം പറയുമ്പോൾ അവരുടെ വിശ്വാസം പറയാം, ഇവിടെ നോവരുത്, പെയ്യെ വേണം അത് ചെയ്യാൻ ഈ കുഞ്ഞ് പറഞ്ഞു. ഓപ്പറേഷൻ സമയത്ത് ഈ ഡോക്ടറുടെ മനസ്സിൽ ആദ്യം ഇത് വന്നില്ല. അപ്പോൾ പക്ഷെ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ, ഇത് വല്ലാത്ത ലെവലിലേക്ക് എല്ലാം ഔട്ട് ഓഫ് ഓർഡറായി. ഡോക്ടർ നമുക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ അവിടുന്ന് ഒരു ഡോക്ടർ പെട്ടെന്ന് മാറുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നും ശരീരം റെസ്പോണ്ട് ചെയ്യുന്നില്ല, കുഞ്ഞിൻ്റെ കീറിയതാ. പക്ഷെ എന്തോ വല്ലാത്തൊരു കാര്യങ്ങൾ പെട്ടെന്ന് അസിസ്റ്റ് ചെയ്യുന്നവരോടെല്ലാം ഉണ്ട്. പക്ഷെ ഇതേ മാറി അവിടെ ഇരുന്നിട്ട് എല്ലാം കഴിഞ്ഞല്ലോ, തീർന്നല്ലോ എന്ന് പറയും. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെ ടച്ച് ചെയ്തു, അങ്കിള് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ യേശു അപ്പച്ചനൊന്നും പറ്റരുതേ മുറിക്കുമ്പോൾ, കാരണം ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ട്, യേശു ഉള്ളിലുണ്ടെന്ന കുഞ്ഞിന് വിശ്വാസമാണ്. പെട്ടെന്ന് ഞാൻ നിങ്ങൾ പറയട്ടെ, ആ മനുഷ്യൻ്റെ ചിന്ത വന്നപ്പോഴേ അദ്ദേഹം ഓടി അവിടെ വരുമ്പോൾ ബോഡി റെസ്പോണ്ട് ചെയ്യുക. ആ ദൈവത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. പെട്ടെന്ന് അവരെല്ലാം വിളിച്ച് വീണ്ടും ആ സർജറി അദ്ദേഹം പൂർത്തീകരിക്കുകയാണ്, കുഞ്ഞ് ആരോഗ്യത്തോടെ പുറത്തു വരികയാണ്. എൻ്റെ ജീവിതത്തിൽ 1000 അനുഭവങ്ങളുണ്ട്. ഒരു വിഷയം, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ദൈവമേ കഴിഞ്ഞോ തീർന്നോ, ദൈവം എനിക്കൊരു വാഗ്ദത്തം എന്നറിയോ, അവനെ സൗഖ്യമായി കിട്ടിയത് കൊണ്ട് ഒറ്റ വചനമാണ്. മുടിനായി നഷ്ടപ്പെട്ട മകൻ മടങ്ങി വരുമ്പോൾ ആ പിതാവ് അവിടെ സൗണ്ടോട് അവനെ ഒരു കുഴപ്പമില്ലാതെ കിട്ടിയെന്ന് പറഞ്ഞു. ആ വ്യക്തി അതുപോലെ പുറത്തു വരാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവം എനിക്ക് എന്നുള്ള വാഗ്ദത്തമാണ്. അവർക്കും പറയാൻ കാണും 100 പേര് പ്രാർത്ഥിച്ച്, നല്ല കാര്യം. ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ
ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ തകർന്ന് കൈകാലുകൾ മുറിയുന്നു, നിലവിളിക്കുന്നു, ഭാര്യയും അവരും തെറിച്ചുപോയി, ഒരു റിമോട്ട് ഏറി ആരുമില്ല സഹായിക്കാൻ. പക്ഷേ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു വചനം വന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നീ കടന്നുപോയാലും, even when we walk through the valley of the shadow of death, I will fear no evil, for you are with me. ആ കൂരിരുൾ താഴ്വര കടന്നുപോയാലും ദൈവമേ നീ എന്നോട് കൂടെ ഉണ്ടല്ലോ, ഞാൻ ഭയപ്പെടില്ല. ആ വചനം വന്നപ്പോൾ അത് ധൈര്യമായി. ആ രക്തം മാർന്ന് കിടക്കുന്നവരെയൊക്കെ അത് ശുശ്രൂഷ തുടങ്ങി. പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ അവരെല്ലാം വന്നു. ഭയങ്കര ആ വചനം പുള്ളി പറഞ്ഞ ആ മാനുഷിക ഒരു ധൈര്യം എനിക്ക് നന്ദി. ദൈവവചനം ധൈര്യം തരുന്നതാണ്. വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തലയിലല്ല, ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ അത് പ്രയോജനം ചെയ്യും. ഒരു കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വചനം ഉണ്ട്, അവർ പുറത്തു വരും. അത് റീമയായിട്ട് വരും. ഒരു വല്ലാത്തൊരു പ്രയാസഘട്ടത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ മരിക്കുമ്പോൾ തകർന്നിയ ദൈവമേ എങ്ങനെ ഞാനത് ഫേസ് ചെയ്യുന്നേക്കും. ദൈവത്തോട് ഞാൻ പറഞ്ഞ കർത്താവേ എനിക്ക് നീ ഒരു സമാധാനം തരണം, അകത്തേക്ക് ഒരു വചനം തരണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സകല ബുദ്ധിയും ദൈവസമാധാനം അത് വന്നപ്പോൾ ഇടിയൻ ദൈവമക്കളെ ഏത് തകർച്ചയിലാണ് അതിന്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് അവൻ്റെ വചനത്താൽ നമ്മളെ ശക്തീകരിക്കാൻ കഴിയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറാൻ തുടങ്ങും. അതുകൊണ്ട് ഏത് തകർന്ന പ്രയാസത്തിൽപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തകർന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, ദൈവദാസ എനിക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, ചിലപ്പോൾ മറ്റു വ്യക്തികളുണ്ടായിരിക്കും. ഞാൻ മറ്റു വ്യക്തികളെക്കാളും ഞാൻ പറയും, നിങ്ങളിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ വചനം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒരു വചനം ദൈവം നിങ്ങൾക്ക് തരും. അതിലൂടെ പുറത്തു വരാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി വീണ്ടും കാണും വരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. നിങ്ങളുടെ അനുഗ്രഹമാണ്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവത്തിൽ നിന്ന് റീമയായ വാഗ്ദത്തം നിങ്ങൾ സ്വീകരിച്ചോണം. ഒരിക്കലും പരാജയപ്പെടത്തില്ല. ദൈവം നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.